ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് അഭിലാഷിൻ്റെ ഈ ക്യാപ്ഷൻ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അഭിലാഷ്, ഈ ദേവാസുരം എന്ന സിനിമയിൽ ഈ രേവതിയെ വലിയൊരു പടക്കക്കൂടിനകത്ത് കൊണ്ട് ഇരുത്തിയിട്ട് മോഹൻലാലിനെ നെപ്പോളിയൻ മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു സീനുണ്ട് ആദ്യഘട്ടത്തിലുടനീളം. അതുപോലെയാണ് SFIയുടെ സമരം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. SFIക്കാരൻ്റെ ഒരു രോമകൂപത്തിൽ പോലും തൊടുകയില്ല എന്ന് ഉറപ്പുള്ള പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന ഒരു ആഭാസ പ്രകടനം എന്നതിൻ്റെ അപ്പുറത്ത് ആ സമരത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമോ? ഒരു വനിതാ സഖാവിനെ നോക്കി നിനക്ക് ഞാൻ വയറ്റിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞ നികൃഷ്ടനായ ഒരുത്തൻ, ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആ വാദിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയ ഒരുത്തൻ, അവൻ മുണ്ടിൽ നിന്ന് വിടടാ പന്നി എന്ന് ഒരു പോലീസുകാരൻ്റെ മുഖത്തോക്കി പറഞ്ഞപ്പോൾ ഇപ്പുറത്തൊരു DYSP റാങ്കുള്ള ആഫീസർ അവൻ്റെ മുന്നിൽ കെഞ്ചി കേണ് കരയുകയാണ്. ഈ ആഫീസർക്കൊക്കെ പാതി മീശയും പഠിച്ച് വാസക്ടമി സർജറിക്കും വിധേയനായി വല്ല രാമേശ്വരത്തും പോയി ക്ഷൗരപ്പണി എടുത്തുകൂടെ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള കൂപമണ്ഡൂകങ്ങൾ, നിർഗുണ പരബ്രഹ്മങ്ങൾ, ഇതുപോലെയുള്ള ചരിത്രത്തിൽ കേരള പോലീസ് ഉണ്ടായിട്ടുണ്ടോ? അഭിലാഷ, ഒരു നിമിഷം, ചെയ്യുന്നവർ അത്ര മോശമാണോ? ഈ ക്ഷൗര ബാർബർ അങ്ങനെ ഇടപെടാൻ പറ്റില്ല, അങ്ങനെ ഇടപെടാൻ പറ്റില്ല അഭിലാഷ്, അഭിലാഷ് അങ്ങനെ ഇടപെടാൻ പറ്റില്ല, അങ്ങനെ ഇടപെടാൻ പറ്റില്ല, അങ്ങനെ ഇടപെടാൻ പറ്റില്ല. താങ്കളെ സുന്ദരനാക്കി ഒരു ക്ഷൗരനാണ്, നമുക്ക് താങ്കളെ സുന്ദരനാക്കി ക്ഷൗരപ്പണിയുന്ന ബാർബറല്ലേ? എന്താ ആ ജോലിക്ക് കുഴപ്പം? എന്താ ആ ജോലിക്ക് കുഴപ്പം? എന്താ ആ ജോലിക്ക് കുഴപ്പം? സാങ്കേതിക അത് പറഞ്ഞു മാറ്റണ്ട. നിങ്ങളുടെ പാർട്ടി ബാർബർ പണി എടുക്കുന്നവരോടൊക്കെ പരമപുച്ഛാണ് അല്ലേ? നിങ്ങളെ എന്റെ ഊഴത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ പറയാം അഭിലാഷേ, ഇനി അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. അഭിലാഷേ, ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ 18 അംഗ സെനറ്റ് മെമ്പർമാരുടെ പട്ടിക ഗവർണർ കൊടുത്തതിൽ മടപ്പള്ളി കോളേജിലെ SFIക്കാരുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ SFIക്കാരുണ്ട്. ഇതാരാ? SFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൊടുത്ത പേരിനനുസരിച്ച് ഗവർണർ കൊടുത്തതാണോ? ഇവരെ തമ്മിൽ അതിന്റെ പേരിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണം എന്താ SFIക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബാധകമല്ലേ? ഇനി ഒറ്റക്കാരും കൂടി, ഏതാ അഭിലാഷേ? ഇവിടെ 18 അംഗ സെനറ്റിന്റെ പട്ടിക ഗവർണർ പുറത്തുവിട്ടു എന്നാണല്ലോ പറയുന്നത്. അതിൽ മടപ്പള്ളി കോളേജിൽ SFIക്കാരിയുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ SFIക്കാരിയുണ്ട്. SFIക്കാരികളുടെ മാത്രം കഥ, SFIക്കാരുടെ മാത്രം കഥയാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായ മറ്റെത്ര ആളുകളുണ്ട് എന്നുള്ളത് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ആ പട്ടിക ഞാൻ നിങ്ങൾക്ക് തരാം. എന്താ അവിശുദ്ധ ബന്ധം ഇവർ തമ്മിലല്ലേ? ഇനി ഒറ്റക്കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കണം അഭിലാഷേ. ഈ പറഞ്ഞ ഗവർണർക്ക് വേണ്ടി സകലമാന ഈ സംഘ് പരിവാർ അനുകൂല ഇടപെടലും നടത്തുന്ന ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തെ നിയമിക്കുന്ന കാലത്ത് UDF പറഞ്ഞതാണ് ആ നിയമനത്തിന് അംഗീകാരം കൊടുക്കരുത് എന്ന്. അതിന് അംഗീകാരം കൊടുത്ത പിണറായി വിജയന്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പൗരത്വ വിഷയത്തിന്റെ കാലത്ത് ഈ ഗവർണറെ പുറത്താക്കണമെന്ന് പറഞ്ഞ് UDF പ്രമേയം കൊണ്ടുവന്നതാണ്. ആ പ്രമേയത്തിന് അവതരണാനുമതി പോലും നിഷേധിച്ചവരാണ് അന്നത്തെ LDF ഒന്നാം പിണറായി സർക്കാർ. കണ്ണൂർ വാഴ്സിറ്റിയിൽ സവർക്കറെ, ഗോൾവൽക്കറെ, ഹെഗഡേവാറിനെ, ശ്യാമപ്രസാദ് മുഖർജിയെ, ബൽറാം മദേക്കിനെ, നാനാജി ദേശ്മുഖിനെയൊക്കെ പഠിപ്പിക്കണമെന്ന് വൈസ് ചാൻസലർ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തവരാണ് SFIക്കാർ. ആ വൈസ് ചാൻസലറെ കൃത്രിമമായി നിയമം തെറ്റിച്ച് നിയമിച്ചത് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും ചേർന്നാണ് എന്ന് ഇവിടുത്തെ സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി പറഞ്ഞത് ഇതിന്റെ അധികാരി ഗവർണറാണ്. അദ്ദേഹം കൃത്യമായി സ്വജനപക്ഷപാതമുണ്ട്. എന്താ സുപ്രീം കോടതി ഗോപിനാഥ് രവീന്ദ്രന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലോ അദ്ദേഹം വീണ്ടും നിയമിതമാകുന്ന കാര്യത്തിലോ ഏതെങ്കിലും നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. മറിച്ച് അത് നിയമിക്കേണ്ട ആൾ, അക്കാര്യത്തിലെ അതോറിറ്റി ചാൻസലറാണ്. ആ ചാൻസലറുടെ യഥാർത്ഥത്തിലുള്ള വിൽ അല്ല അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനത്തിലോ ഗോപിനാഥ് രവീന്ദ്രനോ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ല ആ നിയമനം റദ്ദാക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഏതായാലും
ഏതായാലും അഭിലാഷ ആ നിയമനം മാതൃകാപരമായ ഒരു കാര്യമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയുമാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കം? ഇവിടെ ആര് തമ്മിലായി ഇവിടെ രഹസ്യധാരണയുള്ളത്? CPM-ഉം ഗവർണറും തമ്മിൽ എല്ലാ കാലത്തും രഹസ്യധാരണ. ഈ പറയുന്ന സമയത്ത് 7 ലക്ഷം രൂപ ക്രിസ്മസ് ആഘോഷിക്കാൻ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തവരാണ് CPM-ന്റെ സർക്കാർ. ഈ ഗവർണറുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ചേർന്ന് നീങ്ങുന്നവരാണ് അവര്. ഇവിടെ നവകേരള യാത്ര ഒരു ഗുണ്ടാ യാത്രയായി, ക്രിമിനൽ യാത്രയായി, ആളുകളെ മർദ്ദിച്ച് കൊല്ലുന്ന ഗുണ്ടകൾ പരസ്യമായി അനാവൃതമായപ്പോ അപ്പോഴാണ് ഈ പറഞ്ഞ ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും CPM-ഉം തമ്മിലുള്ള സംഘർഷം തുടങ്ങുന്നത്. ഇവരൊക്കെ ചങ്ങായിമാരാണ്. ഇനി ഒറ്റ കാര്യം കൂടെ അഭിലാഷ്, കേരളത്തിൽ സംഘപരിവാർ വൽക്കരണം ഉണ്ടാകണമെങ്കിൽ അതിന് മുന്നണി രാഷ്ട്രീയം നശിക്കണം, അതിന് 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണം എന്ന് BJP ആഗ്രഹിക്കുന്നു. ഇവര് തമ്മിലാണ് എല്ലാ കാലത്തും അവിശുദ്ധ ബന്ധം. BJP-യുടെ രഹസ്യ അജണ്ടയുടെ ഗുണഭോക്താക്കൾ CPM-ഉം പിണറായി വിജയനുമാണ്. അതറിയാത്ത ഒരു ജനാധിപത്യ വിശ്വാസിയും കേരളത്തിലില്ല. അല്ലാതെ ഇത്തരം നാടകങ്ങൾ നടത്തി ചാനലിൽ വന്നിരുന്ന വാചാടോപം നടത്തിയൊന്നുകൊണ്ടൊന്നും യാഥാർത്ഥ്യമില്ലാതാവില്ല അഭിലാഷ്. ശരി, ഓക്കെ.